ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ISL കിരീടം ATK മോഹൻ ബഗാന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബാംഗ്ലൂർ FCയെ തോൽപ്പിച്ചു. വിശദാംശങ്ങളുമായി അമൽ ചേരുന്നുണ്ട്. അമൽ, ISL കിരീടം ATK മോഹൻ ബഗാൻ ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ISLന്റെ ഈ സീസണിലെ കിരീടം ATK മോഹൻ ബഗാൻ ഉയർത്തിയിരിക്കുകയാണ്. ഫൈനലിൽ ബാംഗ്ലൂർ FCയെ 3-4, അതായത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 പരാജയപ്പെടുത്തുകയായിരുന്നു. മത്സരം നിശ്ചിത സമയത്തും ഒപ്പം തന്നെ അധിക സമയത്തും സമനിലയെ തുടർന്നായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് മത്സരം നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഗോവയിലെ ഫത്തോഡ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നത്. മത്സരത്തിന്റെ 14ാമത്തെ മിനിറ്റിൽ തന്നെ ATK മോഹൻ ബഗാൻ പെട്രാട്ടോസ് നേടിയ ഗോളിലൂടെ മുന്നിലെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോൾ തിരിച്ചടിച്ച് സമനില നേടണമെന്നൊരു വാശി ബാംഗ്ലൂർ FCയുടെ കളിക്കാരിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു. അതിന്റെ ഒരു റിസൾട്ടായി തന്നെ ആദ്യ പകുതിയുടെ അധിക സമയത്ത്, അതായത് 45+5 എന്ന ആ ഒരു ടൈമിൽ സുനിൽ ഛേത്രിയിലൂടെ ഒരു പെനാൽറ്റിയിലൂടെ ബാംഗ്ലൂർ ഗോൾ നേടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് പോകുമ്പോൾ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമുള്ള മത്സരം തന്നെ കാഴ്ചവെക്കുകയായിരുന്നു. റോഹിത് കൃഷ്ണ ഹെഡറിലൂടെ 78ാമത്തെ മിനിറ്റിൽ ബാംഗ്ലൂരുവിനെ ലീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ 7 മിനിറ്റുകൾക്കപ്പുറം വീണ്ടും ATK മോഹൻ ബഗാൻ പെട്രാട്ടോസിലൂടെ ഒരു രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്ത് മത്സരം സമനിലയിൽ തുടർന്നു. അങ്ങനെ അധിക സമയത്ത് 120 മിനിറ്റും മത്സരം സമനിലയിൽ തുടർന്നായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത്. പെനാൽറ്റി ഷൂട്ടൌട്ടിലെ ആദ്യ കിക്ക് ബാംഗ്ലൂരിനുമായിരുന്നു. ബാംഗ്ലൂരിന് വേണ്ടി അലൻ കോസ്റ്റ ആദ്യ കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചു. ATKക്ക് വേണ്ടി പെട്രാട്ടോസും ഗോൾ സ്കോർ ചെയ്യുകയുണ്ടായി. പിന്നീട് റോഹിത് കൃഷ്ണയായിരുന്നു ബാംഗ്ലൂരിന് വേണ്ടി രണ്ടാമത്തെ കിക്ക് എടുത്തത്. അതും ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചു. ATKക്ക് വേണ്ടി രണ്ടാമത്തെ കിക്ക് എടുത്ത ലിസ്റ്റണും ലക്ഷ്യം കണ്ടു. അങ്ങനെ 2-2 എന്ന സമനിലയിൽ തന്നെ സ്കോർ തുടർന്നു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്നാൽ ബാംഗ്ലൂരിന് വേണ്ടി മൂന്നാം കിക്ക് എടുത്ത ബ്രൂണോയുടെ കിക്ക് ലക്ഷ്യം കാണാതെ അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റുന്നതായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. എന്നാൽ നസീരി എടുത്ത ATKയുടെ മൂന്നാമത്തെ കിക്ക് ലക്ഷ്യത്തിലെത്തുന്നു. അങ്ങനെ ATK മോഹൻ ബഗാൻ 2-3 എന്ന സ്കോറിൽ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. നാലാമത്തെ കിക്ക് ബാംഗ്ലൂരിന് വേണ്ടി എടുത്തിരുന്നത് സുനിൽ ഛേത്രി ആയിരുന്നു. സുനിൽ ഛേത്രി ലക്ഷ്യം കണ്ടു. ഒപ്പം തന്നെ ATKയുടെ നാലാമത്തെ കിക്ക് എടുത്തത് മൻവീർ ആയിരുന്നു. മൻവീറും ലക്ഷ്യം കണ്ടു. അവസാന കിക്ക്, അതായത് ബാംഗ്ലൂരിന്റെ ഏറ്റവും അവസാന കിക്ക് ഏറെ നിർണായകമായിരുന്നു. അതായത് ആ ഒരു കിക്ക് ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ബാംഗ്ലൂരു ഫൈനൽ പരാജയപ്പെടുന്നു എന്ന സാഹചര്യമായിരുന്നു. എന്നാൽ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി ബാംഗ്ലൂരിന് സാധിച്ചില്ല. അങ്ങനെ 3-4 എന്ന സ്കോറിൽ ബാംഗ്ലൂരു ഈ സീസണിലെ ഫൈനലിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ രണ്ട് ടീമിന്റെയും ഗോൾ കീപ്പർമാരുടെ പ്രകടനവും എടുത്തു പറയണം. ATKയുടെ ഗോൾ കീപ്പർ വിശാൽ ഗെയ്ത്ത്, അതായത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ നേടിയ ഒരു ഗോൾ കീപ്പറാണ്. 10-12 ക്ലീൻ ഷീറ്റുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. ഒപ്പം തന്നെ ഗോൾഡൻ ഗ്ലൗവിനും ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ഗോൾ കീപ്പറാണ്. അതേസമയം തന്നെ ബാംഗ്ലൂരിന്റെ ഗോൾ കീപ്പറിന്റെ പ്രകടനം, അതായത് ഗുർപ്രീത് സിംഗ് സന്ധുവിന്റെ പ്രകടനവും മികച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരുന്നു. മത്സരത്തിലുടനീളം മികച്ച രീതിയിലുള്ള ഷോട്ടുകളൊക്കെ വളരെ വിദഗ്ധമായി തന്നെ സേവ് ചെയ്യുന്ന ഗുർപ്രീത് സിംഗ് സന്ധുവിനെയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. ISL ഇതിനു മുമ്പേ തന്നെ 1-2 തവണ ഗോൾഡൻ ഗ്ലൗ ഒക്കെ വിൻ ചെയ്ത ഒരു കീപ്പർ തന്നെയായിരുന്നു. എന്ത് തന്നെയായാലും ഈ സീസണിലെ കിരീടം ATK മോഹൻ ബഗാൻ നേടിയെടുത്തിരിക്കുകയാണ്. ഈ ഒരു സീസൺ പരിശോധിക്കുകയാണെങ്കിൽ ATK അത്ര ഒരു മികച്ച ഫോമിലായിരുന്നു എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. ലീഗ് ഘട്ടത്തിൽ പല മത്സരങ്ങളും പരാജയപ്പെടുന്നു, പല മത്സരങ്ങളും വിജയിക്കുന്നു. അങ്ങനെ ഒരു ആവറേജ് ടീം അല്ല, ആ ഒരു രീതിയിൽ മാത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ATKയുടെ പ്രധാന ഇന്ത്യൻ താരങ്ങളായ മൻവീർ സിംഗ് ഒപ്പം തന്നെ ലിസ്റ്റണും ഒക്കെ ഒരു ഫോം ഔട്ടിൽ തുടരുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത്. അതേസമയം തന്നെ ബാംഗ്ലൂർ FCയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അതായത് ഈ വർഷം 2023 പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ മികച്ച ഒരു പ്രകടനം, അതായത് അവസാന മത്സരങ്ങളൊക്കെയും വിജയിച്ചു വരുന്ന 8-9 മത്സരങ്ങൾ വിജയിച്ചു വരുന്ന ബാംഗ്ലൂർ FC ആയിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. സെമി ഫൈനലാണെങ്കിൽ ഷീൽഡ് ജേതാക്കളായ മുംബൈ സിറ്റി FC വരെ വളരെ വിദഗ്ധമായ അല്ലെങ്കിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പരാജയപ്പെടുത്തിയാണ് അവർ ഫൈനലിലേക്ക് എത്തിയത്. എന്നാൽ ഇന്നത്തെ ഒരു ദിവസം ബാംഗ്ലൂരുവിന്റേതാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. 120 മിനിറ്റും ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചെങ്കിലും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബാംഗ്ലൂർ എഫ്സിയുടെ ചാൻസുകൾ അല്ലെങ്കിൽ കിക്കുകൾ, 2 കിക്കുകൾ ലക്ഷ്യം കാണാതെ പുറത്തേക്ക് പോകുന്നു. ATK ISLലെ ഈ സീസണിലെ കിരീടം നേടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ATK എന്ന, അതായത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്ന ടീം മോഹൻ ബഗാനുമായി
കൂടിച്ചേർന്ന് ആദ്യ കിരീടമാണ് ലഭിക്കുന്നത്. അതേസമയം തന്നെ ഒരുപക്ഷെ 4ാമത്തെ വർഷത്തിന് ശേഷം 2018-19 സീസണിലായിരുന്നു ബാംഗ്ലൂരു FC-ക്ക് ഇതിനു മുമ്പ് കിരീടം ഉയർത്താൻ വേണ്ടി സാധിച്ചു. 4 വർഷത്തിന് അപ്പുറം ഒരു കിരീടം ഉയർത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ചാൻസ് ആയിരുന്നു ഇന്ന് ബാംഗ്ലൂരു FC-ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അവരുടെ കയ്യിൽ നിന്നും ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് ഇന്നത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. വ്യക്തമാണ് അമൽ. ISL കിരീടം ATK മോഹൻ ബഗാന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബാംഗ്ലൂർ FC-യെ തോൽപ്പിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അമൽ.